സമ്പത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള ഒരു സംഗതി യാത്രകൾ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഈജിപ്തിൽ പോയിരുന്ന സമയത്ത് നമ്മൾ നൈൽ നദിയെക്കുറിച്ച്, അതേപോലെ ഈ മിസിറിയിലെ രാജൻ അസീസിൻഡാരം, അങ്ങനത്തെ കുറേ പാട്ടുകളിലൂടെയൊക്കെ തന്നെ മിസിറിനെ കുറിച്ചും നൈൽ നദിയെക്കുറിച്ചും ഒക്കെ തന്നെ ചെറുപ്പത്തിൽ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈജിപ്തിൽ പോയിരുന്ന സമയത്ത് ഈജിപ്തിൻ്റെ പിരമിഡുകളുടെ തൊട്ടടുത്ത് ഒരു 50 മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലത്ത് അവിടെയൊക്കെ മാത്രം ഞാൻ ഒരു ഹോട്ടൽ എടുത്തിട്ട് അതിൻ്റെ ഹോട്ടൽ റൂമിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ പിരമിഡുകളെ നോക്കി ഇത് ചരിത്രത്തിൻ്റെ അതിങ്ങനെ എൻ്റെ മനസ്സിൽ ആ സംഭവങ്ങൾ, അതേപോലെ ആ ഫറോവയുടെയും മൂസാ നബിയുടെ ഒക്കെ കാലത്തുള്ള സംഭവങ്ങൾ ഓരോന്നും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആ തീട്ടി വരികയും ഓർമ്മയിൽ ഇങ്ങനെ വരികയായിരുന്നു. ഈ നൈൽ നദിയുടെ തീരത്തിരുന്നിട്ട് ഞാൻ നൈൽ നദിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ആ നൈൽ നദിയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. അതാണ് നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത് എന്തെന്നില്ലാത്ത ആനന്ദമായിരിക്കും. അപ്പോൾ മാലദ്വീപ് സന്ദർശിച്ച സമയത്ത് അല്ലെങ്കിൽ ഇന്തോനേഷ്യ സന്ദർശിച്ച സമയത്തൊക്കെ തന്നെ ഇത് കടലുമായിട്ടും ജലവുമായി ജലയാത്രകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് അവിടുത്തെ കൂടുതലും ടൂറിസം ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് എന്തെന്നില്ലാത്ത ആനന്ദത്തിലായിരിക്കും. നമ്മൾ അറിയാത്ത ഭാഷകൾ, നമ്മൾ കാണാത്ത വസ്ത്രം, നമ്മൾ കാണാത്ത ഭക്ഷണ രീതികൾ, നമ്മൾ കാണാത്ത സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷ എല്ലാം വ്യതിരിക്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഭവവും സന്തോഷവും ആനന്ദമൊക്കെ കിട്ടുക. നമ്മൾ ഇന്നും ഒരു സ്ഥലത്ത് തന്നെയാണ്, ഇന്നലെയും ഒരു സ്ഥലത്ത് തന്നെയാണ്, നാളെയും ഒരു സ്ഥലത്താണെങ്കിൽ നമുക്കിതിൻ്റെ വ്യതിരിക്തത മനസ്സിലാക്കാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ വ്യതിരിക്തതകൾ ആസ്വദിക്കാൻ കഴിയണം. നമുക്ക് ആകെ ചെറിയ പീരീഡ് മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ വളരെ ചെറിയ പീരീഡുള്ളൂ. ഒരു 10-60 വയസ്സിൽ ഒരു 70-80 വയസ്സ്, അത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും യാത്ര ചെയ്യാനൊന്നും ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനോ ഇത് ആനന്ദിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ വളരെ ചെറിയൊരു പീരീഡ്, ആ പീരീഡിനുള്ളിൽ നമ്മളിതെല്ലാം കാണാൻ പറ്റാവുന്നതൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല. നമ്മൾ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ ആണെങ്കിൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം.